ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വേദാന്ത സബ്ജക്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മതങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. എല്ലാ വിശ്വാസങ്ങളെ ഉൾക്കൊണ്ട് സൗഹാർദ്ദത്തിലും സമാധാനത്തിലും നമ്മൾ ജീവിക്കും. ലോകത്തിലെ 6 വലിയ മതങ്ങളും ഒട്ടനേകം വിശ്വാസങ്ങളും ഭാരതത്തിലുണ്ട്. സ്വാഭാവികമായും ഓരോ സംസ്കാരത്തിനും മതത്തിനും ദൈവം, സൃഷ്ടി, ആരാധനാ സമ്പ്രദായം, സ്വർഗം, പുനർജന്മം എന്നിങ്ങനെയുള്ള ആത്മീയ വിഷയങ്ങളിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 10 വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ പഠനം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വ്യക്തിത്വയ്ക്ക് വളരെ സഹായകമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദാന്ത ദർശനം എന്നത് സനാതന ധർമ്മം ലോകത്തിന് സംഭാവന ചെയ്ത ഷഡ് ദർശനം അഥവാ 6 തത്വചിന്തകളിൽ ഒന്നാണ്. ഈ 6 ദർശനങ്ങളിൽ 2 ലോക പ്രശസ്തമാണ്. അവയാണ് യോഗ ദർശനം, വേദാന്ത ദർശനം എന്നിവ. ഒരു മനുഷ്യന്റെ ആത്മീയപരമായ എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്ത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം മോക്ഷം നേടാൻ നമ്മളെ സഹായിക്കുന്നതാണ് വേദാന്തത്തിന്റെ ലക്ഷ്യം. മനസ്സ് നിയന്ത്രിക്കാനും ധ്യാനം, സമാധി എന്നീ മനുഷ്യ മനസ്സിന്റെ ഉയർന്ന തലത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് യോഗ ദർശനം. മറ്റു ദർശനങ്ങൾ വൈശേഷികം, ന്യായം, സാഖ്യം, മീമാംസ നമ്മളെ പലതരത്തിലും സഹായിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ ദർശനങ്ങളെല്ലാം ഉദ്ഭവിച്ച സനാതന ധർമ്മം എന്താണെന്ന് വളരെ ചുരുക്കി ഒന്ന് നോക്കാം. സനാതന ധർമ്മം എന്നത് വളരെ ആഴമേറിയതും വിശാലമായതുമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ ചുരുക്കി ഒരു വാചകത്തിൽ സനാതന ധർമ്മവും അതിന്റെ ചെറിയ ഒരു ചരിത്രവും മാത്രമാണ് നോക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ഇന്നത്തെ വിഷയം സനാതന ധർമ്മമല്ല. സനാതന ധർമ്മം എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ പുരാതന ഭാരതത്തിലെ ജനത ചിട്ടപ്പെടുത്തി ജീവിച്ചു പോന്നിരുന്ന ഒരു ജീവിത രീതിയാണ്. ലോകത്തിന്റെ പല ഭാഗത്തും സനാതന ധർമ്മത്തിനോടൊപ്പം വേറെയും ജീവിത രീതികൾ, വേ ഓഫ് ലിവിങ് അല്ലെങ്കിൽ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 5 സംസ്കാരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സനാതന ധർമ്മം ഒഴികെ മറ്റ് ഒരു സംസ്കാരവും നിലവിലില്ല. പിൽക്കാലത്ത് വന്ന അധിനിവേശങ്ങളും സംഘടിത മതങ്ങളുടെ മതപരിവർത്തനവും മൂലം എല്ലാം ഇല്ലാതായിരിക്കുന്നു. ഇനി നമുക്ക് ഭാരതത്തിന്റെ ചരിത്രം ഒരു 4 തലങ്ങളിൽ പരിശോധിക്കാം. പ്രിയമുള്ളവരെ, ഭാരതത്തിന്റെ ചരിത്രം വളരെ ബൃഹത്തായ ഒന്നാണ്. അത് പല രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. നമ്മൾ വളരെ ചുരുക്കി 4 സ്റ്റേജസ് അല്ലെങ്കിൽ 4 ഘട്ടമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് കൃത്യമായ ഒരു അവലോകനമോ ചരിത്ര പഠനമോ അല്ല, മറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയാണ്. ഇതിലെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് BCE 6ാം നൂറ്റാണ്ടിന് മുൻപ് ഉള്ളതാണ്. അന്ന് ഭാരതത്തിൽ സനാതന ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതം എന്ന ആശയം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ആത്മീയ തലത്തിലുള്ള വളർച്ച, ഭൗതിക തലത്തിലുള്ള വളർച്ച, സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയുടെ ഉന്നത സ്ഥലത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം. അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 550 BCE 550 ഇപ്പുറമുള്ള കാലഘട്ടമാണ്. അന്ന് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ വേദങ്ങളെ തിരസ്കരിച്ച് 3 ദർശനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായി. അതിനെ നാസ്തിക ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിസം, ജൈനിസം, ചർവാക ദർശനം. ചർവാകം എന്നാൽ ഇന്നത്തെ നിരീശ്വരവാദം. ബുദ്ധമതത്തിനും ജൈനമതത്തിനും ദൈവസങ്കല്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെയാണ് അടിസ്ഥാനമാക്കി എടുത്തിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ അസ്തിക ധർമ്മം, നാസ്തിക ധർമ്മം എന്നീ 2 ധർമ്മങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് 3ാമത്തെ കാലഘട്ടം നോക്കാം. 3ാമത്തെ ഘട്ടം വളരെ കഠിനമായതും സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി വരുന്നതുമായ ഒരു കാലഘട്ടമാണ്. കാരണം ഈ ഘട്ടത്തിലാണ് അധിനിവേശങ്ങളും സംഘടിത മതങ്ങളും ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഭാരതത്തിൽ ആദ്യമായി സംഘടിത മതങ്ങൾ, അതായത് ഓർഗനൈസ്ഡ് റിലീജിയൻസ് വന്നത് ഈ ഘട്ടത്തിലാണ്. ആദ്യത്തെ അധിനിവേശം ഇസ്ലാം മതത്തിൽ നിന്നാണ്. പിന്നീട് ക്രിസ്തീയ മിഷണറി പ്രവർത്തനങ്ങളും ഭാരതത്തിൽ സജീവമായി.
ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ സനാതനധർമ്മം, നാസ്തികധർമ്മം, സംഘടിത മതങ്ങൾ ഇവയാണ് നിലനിന്നിരുന്നത്. സംഘടിത മതങ്ങൾ ഒരേ സമയം സനാതനധർമ്മത്തെയും നാസ്തികധർമ്മത്തെയും ആക്രമിക്കാൻ തുടങ്ങി. ഇത് ഏകദേശം 1000 മുതൽ 1200 വർഷങ്ങളോളം നീണ്ടു നിന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതം എന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ അധിനിവേശവും അക്രമവും നേരിട്ട ഒരു രാജ്യമാണ്. ഏകദേശം 200ഓളം അധിനിവേശങ്ങൾ ഭാരതത്തിൽ നടന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. മാത്രവുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം അധിനിവേശം നടന്നതും ഭാരതത്തിലാണ്. 4ാമത്തെ ഘട്ടം, അതായത് ഇപ്പോഴത്തെ ഘട്ടം നോക്കാം. സംഘടിത മതങ്ങളുടെ ആക്രമണത്തിൽ നാസ്തിക ധർമ്മങ്ങൾക്ക് ഭാരതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ കുറേശ്ശെ അപ്രത്യക്ഷമായി തുടങ്ങി. ബുദ്ധിസം, ജൈനിസം, ചർവാകം ഒരു പരിധിവരെ ഭാരതത്തിൽ കുറഞ്ഞു വന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സനാതന ധർമ്മവും സംഘടിത മതങ്ങളും മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം സനാതന ധർമ്മവും സംഘടിത മതങ്ങളും തമ്മിലുള്ള 10 പ്രധാന വ്യത്യാസങ്ങളാണ്. നമുക്കറിയാം, ഭാരതീയ ദർശനങ്ങളും സംഘടിത മതങ്ങളും ഭാരതത്തിൽ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1200 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ പരസ്പരം ഇടകലർന്നും ആശയക്കുഴപ്പത്തിലുമാണ് ഉള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 10 വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാം. പ്രധാനമായും ദൈവസങ്കല്പം, സൃഷ്ടിസങ്കല്പം, സ്വർഗം എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ വീഡിയോയുടെ ഉദ്ദേശം ആരാണ് തെറ്റ്, ആരാണ് ശരി എന്ന് സമർത്ഥിക്കലല്ല, എന്താണ് വലുത്, എന്താണ് ചെറുത് എന്ന് കാണിക്കാനുമല്ല, മറിച്ച് തീർത്തും പഠന ആവശ്യത്തിനാണ്, മനസ്സിലാക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ്. കാരണം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് സർവധർമ്മ സമഭാവം. എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനുമുള്ള മനോഭാവം. ഇനി സംഘടിത മതം എന്ന് പറയുന്നത് ഒരു കൃഷിയിടം പോലെയാണ്. ഒരു വിളവ് മാത്രമുള്ള ഒരു കൃഷിയിടം, കൃത്യമായി പരിപാലിക്കുന്ന ഒരു കൃഷിയിടം. എന്നാൽ സനാതന ധർമ്മം എന്നത് ഒരു കാട് പോലെയാണ്. പലതരത്തിലുള്ള മരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും അരുവികളും എല്ലാം വളരെ അസംഘടിതമായി അൺഓർഗനൈസ്ഡ് ആയി നിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഇനി നമുക്ക് വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ വ്യത്യാസം ദൈവസങ്കല്പത്തെ കുറിച്ചാണ്. സംഘടിത മതങ്ങൾ എല്ലാം ഒറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. there is only one God. എന്നാൽ സനാതന ധർമ്മം പറയുന്നത് there is only God. ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ, ഒരു ദൈവം എന്നല്ല, മറിച്ച് എല്ലാം ദൈവമാണെന്ന് സനാതന ധർമ്മം പറയുന്നു. ഋഗ്വേദം പറയുന്നത് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ദൈവം ഒന്നേ ഉള്ളൂ, പണ്ഡിതന്മാർ അതിനെ പല രീതിയിൽ വിളിക്കുന്നു. നാമരൂപങ്ങൾ വ്യത്യാസമാണെങ്കിലും ഏകം സത്, ഒരു ദൈവമേ ഉള്ളൂ. അടുത്തൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് ആകാശം പതിതം തോയം യഥ ഗച്ഛതി സാഗര സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി. ആകാശത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ പല പുഴകളിലൂടെയും അരുവികളിലൂടെയും സാഗരത്തിൽ എത്തുന്നുവോ അതുപോലെ ഏത് ദൈവത്തിനെ ആരാധിച്ചാലും അവസാനം അതെല്ലാം വന്നു ചേരുന്നത് ഒരേ ഒരു ദൈവത്തിലാണ്. രണ്ടാമത്തെ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘടിത മതങ്ങളിൽ ദൈവം എന്നത് ഒരു വിശ്വാസമാണ്. കാരണം അവിടെ ആ മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ മതത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവർ പറയുന്ന ആ ഒരു ദൈവത്തിനെ വിശ്വസിക്കാൻ തയ്യാറാകണം. എന്നാൽ സനാതന ധർമ്മം ദൈവത്തെ ജ്ഞാനമായിട്ടാണ് കാണുന്നത്. അതായത് സംഘടിത മതം ഗോഡ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. ഇൻ സനാതന ധർമ്മ ഗോഡ് ഈസ് എ മാറ്റർ ഓഫ് നോളജ്. ഋഗ്വേദം പറയുന്നു പ്രജ്ഞാനം ബ്രഹ്മ. ഇതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത്. കാരണം ഈ ഒരു ആശയം ദൈവത്തെ അറിവായി കാണുന്നത് കൊണ്ടാണ് ഇത്രയേറെ ഗ്രന്ഥങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഉള്ളത്. എന്നാൽ സംഘടിത മതങ്ങളിൽ അവരുടെ ആശയം വ്യക്തമാണ്. ഒരേ ഒരു ദൈവമായതുകൊണ്ട് തന്നെ ഒരു പുസ്തകം മാത്രമേ അവർക്കുണ്ടായിരിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ വ്യത്യാസം പ്രപഞ്ച സൃഷ്ടികളെ കുറിച്ചാണ്. സംഘടിത മതങ്ങൾ ക്രിയാത്തിയോ എക്സ് നിഹിലോ എന്ന തത്വത്തിലാണ് വിശ്വസിക്കുന്നത്. അതായത് ദൈവം പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു. മാത്രവുമല്ല ദൈവവും സൃഷ്ടിയും വേർപെട്ടാണ് ഇരിക്കുന്നത്. ദൈവം സൃഷ്ടിയിൽ നിന്ന് അകന്നു നിന്ന് ജീവിതത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ സനാതന ധർമ്മം ദൈവത്തെ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് നിർവചിച്ചിരിക്കുന്നു. അതായത് ദൈവം ഈ പ്രപഞ്ചത്തിലെ വസ്തു കാരണമായും ബുദ്ധി കാരണമായും നിലനിൽക്കുന്നു. ഇവിടെ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായി ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ആരാണ് എന്ന വീഡിയോയിൽ ഈ സങ്കല്പത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അടുത്തത് ആരാധന സമ്പ്രദായത്തെ കുറിച്ചാണ്. സംഘടിത മതങ്ങളിൽ ആരാധന വളരെ സംഘടിതമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുകയാണെങ്കിൽ അത് മതനിന്ദയ്ക്ക് വരെ കാരണമാകും. ഒരു തരത്തിൽ മാത്രമുള്ള ആരാധന സമ്പ്രദായം അത് മനുഷ്യന്റെ അഭിരുചികൾക്ക് അനുസരിച്ചോ കാലത്തിനോ ദേശത്തിനനുസരിച്ചോ ഒരിക്കലും മാറ്റം വരുന്നില്ല. എന്നാൽ സനാതന ധർമ്മത്തിലെ ആരാധന സമ്പ്രദായം തികച്ചും വ്യത്യാസമാണ്. ഇവിടെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല. ഫ്രീഡം ഓഫ് വർഷിപ്പ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിരുചികളാണുള്ളത്. ഭക്ഷണത്തിൽ നമ്മളുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, വസ്ത്രത്തിൽ നമ്മളുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, വിനോദത്തിൽ നമ്മളുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. സനാതന ധർമ്മം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ വ്യത്യസ്തത ആരാധന സമ്പ്രദായത്തിലും വന്നുകൂടാ? കാരണം ഓരോ മനുഷ്യനും അവന്റെ അഭിരുചിക്കനുസരിച്ച് രൂപമുള്ള ദൈവത്തെയോ രൂപമില്ലാത്ത ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന സങ്കല്പത്തെയോ എങ്ങനെ വേണമെങ്കിലും അവന് ആരാധിക്കാം. ഒരു നിയന്ത്രണവും സനാതന ധർമ്മത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അടുത്തത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ജീവിത ലക്ഷ്യത്തെ കുറിച്ചാണ്. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? സംഘടിത മതങ്ങൾ സ്വർഗമാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നു. ഒരു വിശ്വാസി സ്വർഗം നേടാൻ വേണ്ടി പ്രയത്നിക്കുന്നു. സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ച് സംഘടിത മതങ്ങൾ ഉദ്ഘോഷിക്കുന്നു. എന്നാൽ സനാതന ധർമ്മത്തിൽ ഒരു മനുഷ്യന്റെ പരമമായ ലക്ഷ്യം സ്വർഗമല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്, മോക്ഷം എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടി ആനന്ദത്തിന്റെ പാരമ്യതയിൽ ജീവിക്കുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ജീവിതം എന്തിന് എന്ന ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു വ്യത്യാസം നോക്കാം. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ സംഘടിത മതങ്ങളിൽ സ്വർഗവും നരകവും ശാശ്വതമാണ്. കാരണം അവർക്ക് പുനർജന്മമോ കർമ്മ നിയമങ്ങളോ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ സ്വർഗത്തിലോ നരകത്തിലോ അകപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ മോചനമില്ലാതെ തുടരുന്നു. എന്നാൽ സനാതന ധർമ്മത്തിൽ സ്വർഗവും നരകവും എന്ന സങ്കല്പം ഉണ്ടെങ്കിലും അത് താൽക്കാലികം മാത്രമാണ്. നരകം എന്നത് ഒരു ശിക്ഷ ലഭിച്ച് ജയിലിൽ പോകുന്ന പോലെയാണ്. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം. സ്വർഗം എന്നത് ഒരു ഹോളിഡേ പാക്കേജിന് നിങ്ങൾ പോകുന്ന പോലെയാണ്. ആ സമയം തീരുമ്പോൾ അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും 100% നന്മയോ 100% തിന്മയോ പ്രവർത്തിക്കില്ല. അപ്പോൾ അവൻ ചെയ്ത തെറ്റുകൾക്ക് ശാശ്വതമായ നരകമോ ശാശ്വതമായ സ്വർഗമോ നൽകുന്നത് ശരിയാണോ? യുക്തിപരമായി അതിനോട് സനാതന ധർമ്മയ്ക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ചാണ് സ്വർഗവും നരകവും എന്ന സങ്കല്പം സനാതന ധർമ്മത്തിലുള്ളത്. അടുത്തത് വിമർശനവും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. സംഘടിത മതങ്ങൾ ഒരിക്കലും അവരുടെ ദൈവത്തെയോ പ്രവാചകനെയോ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ അനുവദിക്കാറില്ല. അത് ശിക്ഷ ലഭിക്കാവുന്ന ഒരു തെറ്റാണ്. ചിന്തിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന മനസ്സുകളെക്കാൾ സംഘടിത മതങ്ങൾക്ക് ഇഷ്ടം അന്ധമായി വിശ്വസിക്കുന്ന മനസ്സുകളെയാണ്. ചോദ്യങ്ങളെ അല്ല, മറിച്ച് ചോദ്യം ചോദിക്കുന്നവരെയാണ് അവർ നേരിടുന്നത്. എന്നാൽ സനാതന ധർമ്മത്തിൽ ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന രീതിയാണ്. ലോകത്തിലെ ആദ്യത്തെ എത്തിയിസ്റ്റ് കമ്മ്യൂണിറ്റി, അതായത് ചർവാക ദർശനം സനാതന ധർമ്മത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചോദ്യങ്ങളെ ചർച്ചകളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെയും നേരിടുന്നു. മാത്രവുമല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നത് പുണ്യമായി കരുതുന്ന ഒരു സമ്പ്രദായമാണ് സനാതന ധർമ്മത്തിന്. കാരണം സനാതന ധർമ്മത്തെ ഗ്രന്ഥങ്ങളും ചോദ്യം ഉത്തരം സംശയ നിവാരണം എന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് സ്ത്രീ പ്രാധാന്യവും സ്ത്രീ ദൈവങ്ങളെയും കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, സംഘടിത മതങ്ങൾ എല്ലാം തന്നെ പാട്രിയാർക്കൽ സൊസൈറ്റി, അതായത് പുരുഷ മേധാവിത്വമുള്ള മതങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ദൈവങ്ങളോ സ്ത്രീ പ്രവാചകന്മാരോ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. എന്നാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് സനാതന ധർമ്മത്തിന്റെ രീതി. സനാതന ധർമ്മത്തിൽ ആരാധിക്കുന്ന മൊത്തം ദൈവങ്ങളിൽ 60% സ്ത്രീ ദൈവങ്ങളാണ്. അറിവ്, ശക്തി, ആരോഗ്യം, കല എന്നീ എല്ലാ മേഖലകളിലും സ്ത്രീ ദൈവങ്ങളുടെ സാന്നിധ്യം സനാതന ധർമ്മത്തിൽ കാണാം. ഗ്രന്ഥങ്ങൾ പറയുന്നത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾക്ക് തുല്യതയും ബഹുമാനവും നൽകി ആരാധിക്കുന്നത് അവിടെ ദൈവ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകുമെന്നാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് I am God. സംഘടിത മതങ്ങളിൽ
നിങ്ങൾ ഒരു തിരിച്ചറിവിലൂടെ എൻ്റെ യാഥാർത്ഥ്യവും ദൈവത്തിന്റെ യാഥാർത്ഥ്യവും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഞാൻ ദൈവതുല്യനാണ് അല്ലെങ്കിൽ എന്റെയും ദൈവത്തിന്റെയും യാഥാർത്ഥ്യം ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ അത് ദൈവനിന്ദയായി കണക്കുകൂട്ടി നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നു. എന്നാൽ ഇതേ ആശയം സനാതന ധർമ്മത്തിൽ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്ന രീതിയിൽ, അതായത് നിങ്ങൾ വേദാന്ത അറിവുകളിലൂടെ നിങ്ങളുടെ യാഥാർത്ഥ്യവും ദൈവത്തിന്റെ യാഥാർത്ഥ്യവും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ഐ ആം ഗോഡ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഏറ്റവും ഉന്നതമായ ജ്ഞാനമായി സനാതന ധർമ്മം കണക്കുകൂട്ടുന്നു. കാരണം സനാതന ധർമ്മത്തിലെ എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനമായ തത്വം തത്വമസിയാണ്. പ്രിയമുള്ളവരെ, അവസാനമായി സംഘടിത മതങ്ങൾ അവരുടെ സഹായവും ആനുകൂല്യവും പ്രധാനമായും അവരുടെ വിശ്വാസികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം സംഘടിത മതങ്ങൾ മനുഷ്യനെ രണ്ടായി വിഭജിക്കുന്നു: വിശ്വാസികൾ, അവിശ്വാസികൾ. അവിശ്വാസികൾക്ക് ആ മതത്തിൽ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. എന്നാൽ സനാതന ധർമ്മത്തിന്റെ കാഴ്ചപ്പാട് നേരെ വിപരീതമാണ്. അത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ചരാചരങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നു. ധർമ്മം പറയുന്നത് വസുദൈക കുടുംബകം, ഈ ലോകമാണ് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമായി പറയുന്നത്, ഈ വീഡിയോ ആര് ശരി ആര് തെറ്റ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയുള്ളതല്ല. കാരണം ഭാരതീയ ദർശനം ഒരു മതമല്ല, മറിച്ച് ഒരു ജീവിത ദർശനമാണ്. ഇത് മനുഷ്യനെ വിശ്വാസിയാക്കാനല്ല, മറിച്ച് ബോധവാനാക്കാനാണ് ശ്രമിക്കുന്നത്. സംഘടിത മതമാണെങ്കിലും സനാതന ധർമ്മമാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സമത്വവും സാഹോദര്യവും അഹിംസയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണ് നല്ലത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത മാന്യാംഗങ്ങൾക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.